തെരഞ്ഞെടുപ്പായപ്പോ വന്നു തുടങ്ങിയില്ല. ദേ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഡിയുടെ നോട്ടീസ്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ഫെമ ചട്ടലംഘനം. ഞെട്ടിയോ സുഹൃത്തുക്കളെ? ഇല്ലെങ്കിൽ ഒരു 4 ഞെട്ടൽ അങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുക്കും. കാര്യം ഇത്രയും വലിയൊരു വാർത്ത മനോരമയെ കൊണ്ട് നമ്മുടെ നാട്ടിൽ വിളിച്ചു പറയിച്ച ഇഡിയുടെ പുതിയ എപ്പിസോഡിൽ കുറഞ്ഞത് ഒരു 4-5 ഞെട്ടലെങ്കിലും നമ്മൾ ഞെട്ടണം. കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ മനോരമയിലൂടെ തന്നെ ഇഡിയുടെ മറ്റൊരു നോട്ടീസിന്റെ കഥ പുറത്തേക്ക് വന്നത് നമ്മൾ കണ്ടതായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു ആ ഇ ഡി നോട്ടീസ്. പുതിയ ഇ ഡി നോട്ടീസ് എന്ന് പറഞ്ഞാൽ മനോരമ റിലീസ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിനും വേണ്ടിയാണ്. എന്തായാലും ഇ ഡി മനോരമയിലൂടെ ഈ നോട്ടീസ് പുറത്തുവിടുന്ന ആ ഒരു കരവിരുത് അത് നാട്ടുകാർ കാണാതെ പോകരുത്. ബാക്കി ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ആ പ്രത്യേക നോട്ടീസ് വിതരണം നേരെ മനോരമ ആപ്പീസിൽ തന്നെ എത്തിക്കുന്ന ഇ ഡിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ മറ്റൊരു വൈദഗ്ധ്യം കൂടി നിങ്ങൾ കാണണം. എന്തായാലും ആ ഇ ഡി നോട്ടീസിലെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കാർ മസാല ബോണ്ട് എടുത്തുകൊണ്ട് വന്ന് ഈ നാട്ടിലെ അടിസ്ഥാന വികസനം ഒരുക്കാൻ വേണ്ടി ഭൂമി വാങ്ങിയത്രേ. എന്തൊരു കൊള്ളയാണ്! അതായത് നമ്മുടെ നാട്ടിൽ ദേശീയപാത ഉൾപ്പെടെയുള്ള ആ റോഡ് നിർമ്മാണത്തിനൊക്കെ ഭൂമി വാങ്ങിയില്ലേ, അതിന് ചട്ടം ലംഘിച്ച് മസാല ബോണ്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വന്നു അത്രേ. അപ്പോ ഒരു കാര്യം നാട്ടുകാരോട് പറഞ്ഞ ഇ ഡിക്ക് നന്ദി. സർക്കാർ കടമെടുത്തായിരുന്നാലും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പണം കൊണ്ടുവന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അത് ചട്ടലംഘനമാണത്രേ. ആ ചട്ടലംഘനം ഈ നാടങ്ങ് സഹിച്ച് പറ്റുമെങ്കിൽ ഈ വലിയ ചട്ടലംഘനത്തിന് അങ്ങ് തൂക്കിക്കൊന്നേരെ എന്നാണ് ഇ ഡിയോട് പറയാനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി വന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കേൾക്കണം. തെരഞ്ഞെടുപ്പായി ഇ ഡി പതിവ് കിഫ്ബി കലാപരിപാടി ആരംഭിച്ചിട്ടുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മസാല ബോണ്ട് സംബന്ധിച്ച ആദ്യ നോട്ടീസ് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇ ഡി വേട്ട ഉച്ചസ്ഥായിലായി. പിന്നെ ഇ ഡി വാള് വീശി ഇറങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്താണ്. കേരളത്തിൽ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലമായി. മസാല ബോണ്ട് കേസുമായി ഇ ഡി വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്.